ഇതുവഴി താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കാണുന്നതാണ് ഗോൻയുബിന്റെ ക്ഷേത്രം. വലിയ താടിയൊഴിഞ്ഞ് സ്വാത്വികനെ പോലെയാണ് ഇരിപ്പെങ്കിലും ഇയാളാണ് യുദ്ധങ്ങളുടെയും കച്ചവടത്തിന്റെയും ദൈവം. ഏകദേശം 64% മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് മലേഷ്യ. ഇവിടെ രണ്ടാമത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് 19% വരുന്ന ചൈനീസ് വംശജരാണ്. ഹിന്ദുക്കൾ ഏകദേശം ഒരു 7% ഉണ്ട്. ക്രിസ്ത്യാനികളും ഈ രാജ്യത്തുണ്ട്. പക്ഷെ ഈ രാജ്യം മറ്റു മതസമൂഹങ്ങളോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും അവരുടെ വിശ്വാസ സങ്കല്പങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യവും നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഇവിടെ ഏത് പ്രദേശത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുകൾ എത്തിപ്പെടുന്ന കേന്ദ്രങ്ങളൊക്കെ തന്നെയും ഇതുവരെ സഞ്ചരിച്ചിടത്തോളം കാണാൻ കഴിഞ്ഞത് ചൈനീസ് മതവിശ്വാസികളുടേതാണ്, അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളുടേതാണ്. ബുദ്ധമത വിശ്വാസികളുടെ മലേഷ്യയിലെ സുപ്രധാന ആരാധനാലയമാണ് പെറാക്ക് ഗുഹാക്ഷേത്രം. കുലാലംപൂരിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെ ഇപ്പോയിലാണ് പാരിസ്ഥിതികവും ചരിത്രപരവും കലാപരവുമായ നിരവധി സവിശേഷതകളുള്ള ഈ ക്ഷേത്രമുള്ളത്. ഈ ഗുഹയുടെ മുഖ്യ ചേംബറിനകത്ത് 40 അടി ഉയരത്തിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള ഗൗതമബുദ്ധന്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ടാൽ സരസ്വതി ദേവിയുടേതെന്ന് തോന്നുന്ന ഈ രൂപമാണ് ഗുവാൻ ഇൻ എന്ന സന്തോഷ ദേവതയുടേത്. താമര ഇതളിലാണ് ഗുവാൻ ഇന്നിന്റെ ഇരിപ്പിടവുമുള്ളത്. സരസ്വതി ദേവിയുടെ വിഗ്രഹത്തിൽ സാധാരണയായി 4 കൈകളാണ് കാണാറുള്ളതെങ്കിൽ ഗുവാൻ ഇന്നിന്റേതിൽ ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്ത എണ്ണങ്ങളാണ്.